والصلاة والسلام على رسول الله محمد المصطفى صلى الله عليه وعلى آله وأصحابه وسلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها. ബഹുമാനനിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, മണ്ണാർക്കാട് ഓരോ മാസങ്ങളിലായി നടത്തുന്ന വിജ്ഞാന വേദിയിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിന്റെ ദീൻ പറയാനും കേൾക്കാനുമുള്ള ഈ സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അമാനത്ത് എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട വിഷയം. അമാനത്ത് എന്നുള്ളത് ഉപയോഗിച്ച് മലയാളവൽക്കരിച്ച ഒരു അറബി പദമാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ളിദ്ദുൽ ഖിയാന, അതിന്റെ വിപരീതം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വഞ്ചനയാണ്. അമാനത്ത് എന്ന് നമ്മൾ അറബിയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വസ്തത എന്നുള്ളതാണ്. അമ്മുണ്ടാകുമ്പോ സുബൂനുൽ ഖൽബുണ്ടാകും. നമുക്ക് ഒരു കാര്യത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഈ അറബിയിലൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ അംനു വസ്സലാമ എന്ന് പറയും. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെന്തുണ്ടാകും? സുബൂനുൽ ഖൽബി വത്മഇന്നത്തുൻ നഫ്സ്. മനസ്സിന് സമാധാനം ഉണ്ടാകും, ഹൃദയത്തിന് ശാന്തതയുണ്ടാകും, വസവാലുൽ ഖൗഫ്, ഭയം നീങ്ങും. ഇസ്ലാമിന്റെ ഇസ്ലാമിലെ അമാനത്ത് എന്ന് പറഞ്ഞാൽ ഹിയ കുല്ലു ഹഖ്ഖിൻ ലസിമക അദാഉഹു വഹിഫ്ദുഹു. ഒരാളുടെ നിർവഹിക്കപ്പെടേണ്ട എല്ലാ ഹഖും, അത് സൂക്ഷിക്കപ്പെടേണ്ട എല്ലാ വസ്തുവും. ഒരാളുടെ അടുത്ത് കുറച്ച് കാശ് തന്നു, അതല്ലെങ്കിൽ കുറച്ച് സ്വർണം തന്നു, അതല്ലെങ്കിൽ ഒരു വസ്തു നീ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു എങ്കിൽ അതിനെ സൂക്ഷിക്കലും അത് നിർവഹിക്കലും അതിന്റെ എല്ലാ അവകാശങ്ങളോടും കൂടി എന്റെ ബാധ്യതയാണ്. അതിനാണ് നമ്മൾ ഇസ്തിലാഹിലെ അമാനത്ത് എന്ന് പറയുന്നത്. അത് വല്ല ആളുകൾക്ക് കഴിയില്ല, കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അതിൽ മനുഷ്യന്മാര് അതിലൂടെ പരിശുദ്ധരാകും. അതാണ് വളരെ സൂക്ഷ്മതയോടുകൂടി അതവർ നിർവഹിക്കും. ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ കാശ് കൈകാര്യം ചെയ്യലും സ്വർണം കൈകാര്യം ചെയ്യലും സ്ഥലം കൈകാര്യം ചെയ്യലും മാത്രമല്ല, നമ്മുടെ അല്ലാഹുവിൽ നിന്ന് ഒരു അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഇബാദത്തുകൾ. നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ഉംറ, നമ്മുടെ സക്കാത്ത്, നമ്മുടെ കർമ്മങ്ങൾ, അത് ഈ അമാനത്ത് നമ്മുടെ ഇബാദത്തുകളിലുള്ള അമാനത്ത്. ഒരു ദിവസം 5 നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്ത് നമ്മൾ നിർവഹിക്കുന്നുവെങ്കിൽ ആ അമാനത്തിനോട്, നമസ്കാരം എന്നുള്ള കർമ്മത്തോട് നമ്മൾ കൂറുപുലർത്തുകയാണ്. സമൂഹത്തോട്, നമ്മുടെ സംസാരത്തില്, നമ്മുടെ പ്രവർത്തനത്തില് ഒക്കെ അമാനത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ.
അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തുവിട്ടണം എന്ന് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ഇന്നാ അറദൽ അമാനത അല സമാവാതി വൽ അർദ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ നമ്മോട് പറയുകയാണ്, തീർച്ചയായും നാം ആ വിശ്വസ്ത ദൗത്യം ആകാശങ്ങളോടും ഭൂമിയോടും ഏൽക്കാൻ പറഞ്ഞതല്ല. അമാനത്ത് ചില്ലറ കാര്യമില്ല. അള്ളാഹുവോട് നമ്മൾ പറഞ്ഞ അമാനത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. അത് 5 വക്തും തെറ്റാതെ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. റമദാനിൽ നമ്മൾ കൃത്യമായിട്ട് സുബഹിസ്കരിച്ചവരൊക്കെ ചൊവ്വാല് വന്നപ്പോൾ വീഴ്ച വരാൻ തുടങ്ങി. അപ്പൊ അമാനത്തിലാണ് ആ വീഴ്ച. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കാത്തപ്പോൾ അള്ളാഹുവിനോടുള്ള അമാനത്തിലാണ് ആ വീഴ്ച വരുന്നത്. അതുകൊണ്ട് ആകാശങ്ങളോടും ഭൂമിയോടും ഒക്കെ അള്ളാഹു ഈ അമാനത്ത് ഏൽക്കാൻ പറഞ്ഞപ്പോ അവരെല്ലാവരും പർവ്വതങ്ങളും പക്ഷേ ഞങ്ങളെ കൂടെ കഴിയില്ല. കാരണം അമാനത്തിന്റെ ഗാംഭീര്യം ആലോചിച്ച്, അമാനത്ത് നിർവഹിക്കാനുള്ള പ്രയാസം ആലോചിച്ച് അവരെല്ലാവരും അതിൽ നിന്ന് ഒഴിവാക്കി. അതിനെപ്പറ്റി അവർ പേടിച്ച് മാറിക്കളഞ്ഞു. പക്ഷെ അമാനത്ത് മനുഷ്യനെ, പക്ഷെ നമുക്കത് ഏത് അമാനത്താണ് നമ്മുടെ ഏറ്റെടുത്തി എന്നുള്ള ബോധം നമുക്കില്ലാത്ത മാതിരിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് മനുഷ്യൻ അവൻ ഏറ്റെടുത്ത അമാനത്തിന്റെ ഗൗരവം അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ആകാശങ്ങളും ഭൂമിയും ഉപേക്ഷിച്ച ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല റബ്ബേ എന്ന് പറഞ്ഞൊരു അമാനത്താണ് സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബൂ സുഫിയാൻ ഹിർഖൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ചു. അബൂ സുഫിയാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് അബൂ സുഫിയാൻ പറയും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഞാൻ ഹിർഖൽ രാജാവിന്റെ അടുത്ത് പോയപ്പോ ആ ഹിർഖൽ രാജാവ് എന്നോട് ചോദിച്ചു, ഞാൻ മുഹമ്മദിനെയും റസൂലുള്ളാഹിയുടെ വിശ്വാസത്തെയും കുറ്റം പറഞ്ഞപ്പോൾ ഹിർഖൽ രാജാവ് എന്നോട് ചോദിച്ചു, കൊടുക്കും എന്താണ് മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? അപ്പോ ഞാൻ പറഞ്ഞു, അമാനത്ത് നിർവഹിക്കാൻ മുഹമ്മദ് ഞങ്ങളോട് പറയുന്നു. നിസ്കരിക്കാൻ പറയുന്നത്, നോമ്പൊക്കെ പറയുന്നത്, കുടുംബബന്ധം ചേർക്കാൻ പറയുന്നത്, അതോടുകൂടെ അമാനത്ത് നിർവഹിക്കാൻ ഞങ്ങളോട് പറയുന്നത്. അത് എല്ലാവർക്കും കഴിയില്ല. നമ്മള് ഒരാളുടെ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ വ്യാപകമായി നടക്കുന്ന കച്ചവടത്തിലുള്ള തട്ടിപ്പ്, പാർട്ട്ണർമാരെ നമ്മൾ സ്വീകരിക്കും. എന്നിട്ട് കച്ചവടം നന്നാവുകയാണെങ്കിൽ നമ്മളുടെ കുറെ ശമ്പളം ലാഭം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 20,000 ശമ്പളം ഞാൻ 25,000 എഴുതുവാണ്. അതോടുകൂടെ തന്നെ കാറ്, അതേപോലെ തന്നെ വാഹനം, സൗകര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ലാഭമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ കച്ചവടത്തിൽ അവന്റെ അധ്വാനമാണ്. അവരിൽ നിന്ന് ഞാൻ 10 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചു കൊടുക്കണം. ഞാനൊരു കാർ ഉപയോഗിക്കുമ്പോ, അതിന് പെട്രോൾ അടിക്കുമ്പോ, ഇവിടെ AC ഇടുമ്പോ, ഒരു ഫാൻ ഇടുമ്പോ, എന്റെ ഓഫീസിൽ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോ ഇതൊരു സമൂഹത്തിന്റെ കാശാണ് എന്നുള്ള ബോധം പോലും നമ്മുടെ മൂല്യന്മാർക്ക് കൂടി ഇല്ല. എന്നിട്ടല്ലേ സാധാരണക്കാർ എത്രയോ മൂല്യന്മാർ ഇതേപോലെ ജനങ്ങളെ ഷെയർ വാങ്ങി തട്ടിപ്പടത്തി പഞ്ചായത്തിൽ സിറ്റിയിലുണ്ട്, ജനത്തിലെത്തുന്നു. കാരണം എന്താ, അവന്റെ താടിയും പ്രസംഗം, അവന്റെ കരച്ചിലും പുതുക്കൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അയാളെ കൊടുത്താൽ കുഴപ്പമില്ല, അവന്റെ കാട്ടിക്കൂടലെ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആളുകൾ ആ സ്ഥാപനത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ കച്ചവടം, അല്ലെങ്കിൽ അവിടെ ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വത്തിൽ ഷെയർ കൊടുക്കും, അല്ലെങ്കിൽ നമ്മള് ഓഹരി ചെയ്തു. എന്നിട്ടോ ആ കൃത്യമായിട്ട് അതിന്റെ കണക്കുകളും കാര്യങ്ങളും അവതരിപ്പിക്കോ ഇല്ല. അതാണ് ഖിയാനത്ത് എന്ന് പറഞ്ഞ വഞ്ചനാണ്. പറഞ്ഞാൽ ഞാൻ 10 ലക്ഷം നിങ്ങളുടെ കച്ചവടത്തിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 20 ലക്ഷത്തിന്റെ ബിസിനസ് ആണെങ്കിൽ ആ കച്ചവടത്തിന്റെ കൃത്യമായിട്ടുള്ള വരവും ചെലവും ഓരോ ദിവസത്തെയും മാസത്തെയും വർഷത്തെയും ഞാൻ അറിയണം. അത് എന്നെ അറിയിക്കാതെ നിങ്ങൾ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ അതാണ് അമാനത്തിൽ വീഴ്ച കാണിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇബാദത്തിലാണെങ്കിൽ അത് അല്ലാഹുവിനോടുള്ള വീഴ്ചയാണ്, അത് കച്ചവടത്തിലാണെങ്കിൽ അത് മനുഷ്യന്മാരോടുള്ള വീഴ്ചയാണ്. ഇതിലിപ്പോ ആർക്കും അവിടെ ശ്രദ്ധ ഉള്ളത്? മറ്റൊരു തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സംവിധാനം എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങി കൊടുക്കണ്ട എന്നാണ് ഇപ്പോ ഈ ഭൂതന്മാരുടെ ഒരു സ്വഭാവമാണ്.
അതിപ്പോ നമുക്കും വന്നിട്ടുണ്ട്. ഒരു കച്ചവടം തുടങ്ങി എന്താ അവിടെ എല്ലാവർക്കും പേടി? കൊടുക്കൂല. നമ്മൾ വിശ്വസിക്കുന്ന ചരക്കിറക്കി കൊടുക്കുന്ന എന്തിനാ? ആ ചരക്ക് ഞാൻ ഇറക്കിയതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. അത് കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചെന്നാലേ, കാശ് തിരിച്ചെന്നാലേ എനിക്ക് വേറൊരു ചരക്ക് വാങ്ങിയിട്ട് അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൊടുക്കൂല. കാരണം തരാണ്ട് പിന്നെ എങ്ങനെ ഞാൻ ഇത് തരാം? ഇങ്ങനെ ഹിയാനത്തിലാണ് നമ്മുടെ കച്ചവടങ്ങളൊക്കെ, പല കച്ചവടങ്ങളും ജീവിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് കച്ചവടക്കാരെ ഷഹീദുകളുടെ കൂട്ടത്തിൽ പെടുത്തിയത്. ഇക്കാലത്ത് എന്തായാലും ഷഹീദുകളുടെ കൂട്ടത്തിലാണ്. കാരണം എന്താ? അത്രയും പ്രയാസമാണ് ഒരു കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ. തരാജൊരു തരില്ല, ചോദിച്ചാൽ പ്രശ്നം. അതൊക്കെ നമ്മളെ ഏൽപ്പിച്ച ഓരോ നമ്മള് അയാൾ അധ്വാനിച്ച് അയാൾ കാശ് കൊടുത്തിട്ട് സാധനം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം. ഒരു പലചരക്ക് കടക്കാരന് നിങ്ങൾ മാസം അയാളെ കടം വാങ്ങി, അയാളെ നിങ്ങൾ വിശ്വസിച്ചിട്ട് തരുന്നത്. നിങ്ങളൊരു മാസം ആ കാശ് 5000 10,000 ആകുമ്പോൾ തിരിച്ചെടുത്താൽ അയാൾക്ക് അടുത്ത മുതലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊണ്ട് 5000 10,000 അല്ലത്. അയാൾ അധ്വാനിച്ച് വാങ്ങി ഉണ്ടാക്കിയ ഒരു കച്ചവടത്തിന് അയാൾ നിക്ഷേപിച്ചാൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടേത്. എന്നിട്ട് അത് തിരിച്ചു വെച്ച പ്രദേശം എവിടെ അമാനത്ത്? എവിടെ വിശ്വസ്തത? ഹിയാനത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവാചകന്മാര് പറഞ്ഞത് അമാനത്തുകൾ എന്താവണം, സൂക്ഷിക്കണമെന്ന് പ്രവാചകന്മാരെ കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു അറബി നമ്മൾ വലിയൊരു പരിഷ്കാരം ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ മര്യാദകളൊന്നും അറിയില്ല. അയാൾ എഴുന്നേറ്റ് ചോദിച്ചു, എപ്പോഴാണ് ക്യാമെന്നാണെന്ന് ചോദിച്ചു. ഒരു ക്ലാസ്സിൽ പ്രദേശക്കാർ ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ചിങ്ങനെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ചോദിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ ആള് എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ഉയ്യിഅത്തിൽ അമാന ഫഖദിസ് സഅ. അമാനത്ത് ഇല്ലാതാകുന്ന ഒരു കാലത്ത് നീ എന്ത് പ്രതീക്ഷിക്കണം? എന്ത് പ്രതീക്ഷിക്കണം? ഉയ്യിഅത്തിൽ അമാന ഫഖദിസ് സഅ. യൗമുൽ ഖിയാമ പ്രതീക്ഷിക്കണം, അന്ത്യനാൾ പ്രതീക്ഷിക്കണം. അമാനത്തുകൾ ഇല്ലാതാകുന്ന ഒരു കാലത്ത്, നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് എല്ലാം അമാനത്താണ്. എന്നോട് കൂടെ ഒരാളുടെ രഹസ്യം പറഞ്ഞു, എന്നിട്ട് ആരോട് പറയുന്നതെന്ന് പറഞ്ഞു. ഇതൊരു അമാനത്താണ്. പക്ഷെ ഞാനത് 10 ആളോട് ആരോട് പറയുന്നത് തന്നെ, ഞാൻ 10 ആളോട് പറയുന്നത് എന്ത് രഹസ്യം? ഓള് പറഞ്ഞിട്ട് എന്നോട് ആരും പറയുന്നത്, വിചാരോട് പറയുന്നുണ്ടോ? എന്നിട്ട് ഓളോട് അങ്ങനെ അത് പറഞ്ഞു. അതിന് നല്ലത് ഏഷ്യാനെറ്റിൽ പോയി പറയണം. എല്ലാ അമാനത്താണ്. നമ്മളോടൊരു രഹസ്യം പറഞ്ഞാൽ ഇപ്പൊ നടക്കണ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഉണ്ടാവും, അങ്ങോട്ടൊക്കെ പറയും. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തെറ്റിയാലേ ഇതൊക്കെ നമ്മളവിടെ എന്താക്കിയിട്ടുണ്ടാവും, ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല സ്വഭാവം കണ്ടില്ലേ, നിങ്ങളുടെ സ്വഭാവം കണ്ടില്ലേ? ഒന്നാമത് അങ്ങനെ പറയാൻ ഒരു നിലത്തിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അതിലും അതേമാതിരി ഒരു സംഗതി തന്നെയാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് വ്യാപകമാക്കി പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ അമാനത്തുകൾ റിയാഅത്താകും. അതേപോലെ തന്നെ കച്ചവടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആരാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വിജയിച്ചവർ? എത്ര ആളുണ്ട്? പാർട്ണർഷിപ്പ് ബിസിനസ് നന്നാകുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കും. നിങ്ങളിതൊക്കെ പൈസ വാങ്ങും, എന്നിട്ട് നല്ല നിൽക്കാൻ പോണെങ്കിൽ ഞാൻ തന്നെയാണ് എടുക്കും. മോശമാണെങ്കിൽ നഷ്ടം വന്നു പറഞ്ഞിട്ട് അവന്റെ തലമുറ പാർട്ണർ തലമുറ. അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഞാൻ മാനേജറാണ്, ഞാനാണ് നിയന്ത്രിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാ സംഖ്യകളും സൗകര്യങ്ങളും സാലറിയും ഒക്കെ എന്റെ പേരിൽ വരാതെ എന്നിട്ട് ആ പാവമൊക്കെ ഗൾഫിലേക്കും പറ്റും. ഇങ്ങനെ അമാനത്തുകൾ വീഴ്ച വരുത്തുന്ന ഒരു കാലം വന്നാൽ എന്ത് പ്രതീക്ഷിക്കണം? ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയെ ഇത് നമുക്ക് മനസ്സിലാകുക? ഇങ്ങനെ ഒരു കാലം ഇലാഅത്തുണ്ടാകുന്ന, അമാനത്തിലെ വിശ്വസ്തതയിൽ ഭംഗമുണ്ടാകുന്ന ഒരു കാലം നമുക്ക് എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഇദാ മുസ്തിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫഖദിൽ സഅ. ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളെ ഏൽപ്പിക്കാൻ സമൂഹത്തിലെ അർഹരല്ലാത്തവർക്ക് കിട്ടും. ഭരണാധികാരികളുണ്ട്, അർഹരല്ലാത്ത ഭരണാധികാരികൾ നമ്മൾ ഭരിക്കും. അതൊക്കെ നമ്മൾ അനുഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു കാലം വരികയാണെങ്കിൽ അന്ന് അക്രമികളായ ഭരണാധികാരികൾ നിങ്ങളെ പറ്റും. അളവിലും തൂക്കത്തിലും കൃത്രിമം റസൂലുള്ളാഹി മുഹാജിറുകളോട് പറഞ്ഞ ഹദീസിൽ പറയുന്നത്, അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കഴിക്കുന്ന ഒരു കാലം വരുമ്പോ അള്ളാഹു നിങ്ങൾക്ക് അക്രമികളായ ഭരണാധികാരികളെ തരും. ഈ അക്രമികളായ ഭരണാധികാരികളുടെ സ്വഭാവം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ചില ഹദീസൊക്കെ കണ്ടാല് അത് എന്തറിയാമെന്ന് തോന്നും. എന്നിട്ടോ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അധിക നികുതികൾ അവർ നിങ്ങളുടെ പേരിൽ ഉണ്ടാകും. ഭരണാധികാരികൾ അധിക നികുതികൾ നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ സമ്പത്തിലും അധിക നികുതികൾ ചുമത്തും. അങ്ങനെയാണ് നിങ്ങൾ അവരെ ആക്രമിക്കുക. അത് സത്യമല്ലേ? നമ്മളത് അനുഭവിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മള് 1000 രൂപേന്റെ ഒരു സാധനം വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അതിൽ 18% ഗവൺമെന്റിന് കൊടുക്കും. വല്ലാത്ത അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 150 രൂപയോളം 1000 രൂപയ്ക്ക് നമ്മളെ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിൽ 150 രൂപ ഗവൺമെന്റിന് കൊടുക്കും. ചിലതിന് 18 ഉണ്ട്, ചിലതിന് 5 ഉണ്ട്, ചിലതിന് 28% നിങ്ങളൊരു കസാലി പോയി വാങ്ങി. 1000 രൂപ വാങ്ങിയാൽ ഒരു സോഫ സെറ്റ് വാങ്ങിയാൽ 250 രൂപ. അതിനാണ് GST എന്ന് പറയുന്നത്. 250 രൂപ ഗവൺമെന്റിനാണ്. അവര് GSTയുടെ പൈസ കൂടി കൂട്ടിയിട്ടാണ് നമ്മളോട് കാര്യം പറയുന്നത്. ശരിക്ക് 750 രൂപന്റെ സാധനമാണ്. അതിൽ 28% കൂട്ടിയിട്ട് 250 കൂടി കൂട്ടിയിട്ട് 1000 നമ്മളോട് വില പറയുന്നത്. എന്നിട്ടോ അത് ഇറങ്ങിയിട്ടുണ്ട് വന്നിട്ട് വണ്ടിയിൽ പെട്രോൾ ഉണ്ടെങ്കിൽ അത് അടിക്കാൻ പോയാല് 107 രൂപ പെട്രോൾ കൊടുക്കും. അതിന് സംസ്ഥാന ഗവൺമെന്റ് 3 രൂപ 4 രൂപ, സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിന് 25-30 രൂപ. അത് കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ പോയാലും നമ്മുടെ വീടിന് നമ്മൾ സമ്പാദിച്ച വീടിന് നികുതി, ആ വീട് നിൽക്കുന്ന സ്ഥലത്തിന് നികുതി,
ആ വീട്ടിലേക്ക് പൈപ്പ് പൊട്ടിയിട്ട് ഒരു PVC പൈപ്പ് വാങ്ങിയാൽ അതിന് 18%, ഒരു ക്ലോസറ്റ് വാങ്ങിയാൽ അതിന് 18%. എവിടെ നികുതിയില്ലാതെ പുറത്തിറങ്ങാൻ വീട്ടിലിരിക്കാൻ കൂടി നികുതിയാണ്. വീട്ടിൽ നിൽക്കുന്ന ഫാനിനും കറണ്ടിനും KCB അതിൽ വേറൊരു ടാക്സ് ഉണ്ട്. ഇങ്ങനെ മനുഷ്യന്മാരെ നികുതികൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഭരണാധികാരികളാണ് ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടാ? നിങ്ങൾ അക്രമം പ്രവർത്തിക്കുമ്പോ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്തപ്പോ അത്രയും അക്രമികളായ ഭരണാധികാരികൾ അള്ളാഹു നിങ്ങൾക്ക് ഉടമപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോഡി ഗവൺമെന്റ് നിങ്ങൾ നോക്കാം, എന്തെല്ലാം നികുതികളും എന്തെല്ലാം തൊഴിലില്ലായ്മയും എന്തെല്ലാം ദാരിദ്ര്യവുമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. എന്തെങ്കിലും വിഷയമുണ്ടോ? ആർക്കും വിഷയമില്ല. എല്ലാവരും അവർക്കാണ് വേണ്ടി വോട്ട് ചെയ്യുന്നത്. നമ്മൾ പറയാൻ വിഷയനാണ്, അല്ല അതാണ് ഇതാണ്. പക്ഷെ അവരെന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അവർ മാത്രം ജയിക്കുമ്പോഴുള്ള ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ വേണ്ടോക്കിക്കുക. വിഷയനാണെങ്കിൽ അവർക്ക് ഒരു ഇടപെട്ട് ചെയ്യൂടെ? അത് ചെയ്യാതെ ധൈര്യമില്ല, പ്രതിപക്ഷമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്ദികേട് കൊണ്ട് മനുഷ്യന്മാരുടെ അല്ലാഹുവിനോട് നന്ദികേട് കൊണ്ട് തസല്ലത്ത് അലൈഹിം, അവരിൽ അക്രമികളായ ഭരണാധികാരികളെ അല്ലാഹു ആക്കിയിരിക്കുകയാണ്. ഇവിടെയല്ല, അമേരിക്കയിൽ നോക്കി അവിടെ വേറെ ചങ്ങായി, അതിൽ വലിയ പോക്കാം എല്ലായിടത്തും ചങ്ങായി. റഷ്യയിലേക്ക് നോക്കിയാൽ പൊട്ടി വന്നിട്ട് 30 വർഷമായി. ജനങ്ങൾക്ക് പ്രശ്നമല്ല. അറബ് നാടുകളിലൊക്കെ ഭരണാധികാരികൾ ജനങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് മാറി ജനങ്ങളെ ഉപദ്രവിക്കുന്നതിലേക്ക് എത്തുക. ഒരു വിദേശിയെ ഇപ്പൊ സൗദി അറേബ്യയിൽ നിൽക്കണമെങ്കിൽ ഒരു കുട്ടി നാളെ രാവിലെ ജനിക്കണമെങ്കിൽ ആ കുട്ടിക്ക് 800 റിയാല് എന്ത് കൊടുക്കണം? ലഭ്യ കൊടുക്കണം. 800 റിയാല് എന്നൊക്കെ എല്ലാവരും ഫാമിലിനെ കൊണ്ടകത്ത് ലഭ്യ. ഏത് ഇപ്പൊ പറഞ്ഞ കുട്ടിക്ക് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഉപയോഗിക്കുന്നില്ല. കുറച്ച് വെള്ളം, കുറച്ച് വായു ഉപയോഗിക്കുന്നുള്ളൂ. അവന്റെ അമ്മയാണ് അവർ ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത്. അന്നോടെ എല്ലാവരും ഗൾഫിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടകത്ത് 10-20 റിയാല് ലഭ്യ മാത്രം കൊടുക്കണം. ഭാര്യയ്ക്ക് കൊടുക്കണം, 3 കുട്ടികളുടെയും 3 കുട്ടികൾക്ക് കൊടുക്കണം. ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളെ ആദരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുള്ളത്. അതെന്തുകൊണ്ടാ? നമ്മുടെ കാട്ടിക്കൂട്ടലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഓരോ ശിക്ഷയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ അമാനത്തുകൾ നഷ്ടപ്പെടുമ്പോ എന്തുണ്ടാകും? ലോകത്തിന് അവസാനം ഉണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, മന്നൽ അമാനത വഖഫ അൻ അറാദിൽ മുസ്ലിമീന ഫഹുവ റജുൽ. അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവനും മുസ്ലിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്നവനുമാണ് ആരാണോ അവരാണ് പുരുഷൻ. ലാ തൻദുറു ഇലാ സിയാമി അഹദിൻ വലാ സലാത്തിഹി. ഒരാളുടെ നമസ്കാരം കൊണ്ടും ഒരാളുടെ നമസ്കാരം കൊണ്ടും നോക്കുകൊണ്ട് നിങ്ങൾ ഒരാളെ വിലയിരുത്തരുത്. മറിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടത് അദ്ദേഹം പറയുന്നതിൽ സത്യമുണ്ടോ? അദ്ദേഹം സംസാരിക്കുമ്പോൾ സത്യം പറയുന്ന ആളാണോ? വിശ്വസിച്ചാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. താടി രൂപം വെച്ചിട്ട് എല്ലാവരും കത്തിക്കാൻ പറ്റും. പക്ഷേ അയാൾ സംസാരിക്കുമ്പോൾ ഇതേപോലെ കളവ് പറയുന്നവരാണെങ്കിൽ, അതേപോലെ തന്നെ അമാനത്തുകൾ നിർവഹിക്കാത്തവരാണെങ്കിൽ അയാളെ നിങ്ങൾ വെറും നമസ്കാരം കൊണ്ടും നോക്കുകൊണ്ട് നിങ്ങൾ അയാളെ വിലയിരുത്തരുത്. ഉമർ ബിൻ ഖത്താബിന്റെ അടുത്ത് വന്നിട്ട് ഒരാളെ പറ്റി പറഞ്ഞു, അയാൾ നല്ല ആളാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് അയാളോട് ചോദിച്ചു, അയാളിപ്പോ യാത്ര ചെയ്തിട്ടുണ്ടോ? അയാൾ പറഞ്ഞില്ല. രണ്ടാമത് ചോദിച്ചു, അയാളോട് സാമ്പത്തിക ഇടപാട് നടത്തിക്കണോ? അപ്പൊ അയാൾ പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. ഇന്നത്തെ ഒരാളെ പറ്റി നല്ലാന്ന് പറയരുത്. നമ്മൾ ഉംറയ്ക്ക് പോയാൽ മതി ഒരാളുടെ കൂടെ. അപ്പൊ നമുക്ക് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഒരു ദീർഘയാത്ര നടത്തുന്നത് ഡൽഹിക്കോ ഒക്കെ കണ്ടു പോവാ. ഫ്ലൈറ്റിൽ പോയാലെന്ന് അറിയാം, ഫ്ലൈറ്റ് 1.5 മണിക്കൂർ, ബസ്സിനോ അല്ലെങ്കിൽ ഇതേപോലെ വാഹനത്തിലോ പോകുമ്പോൾ ഒരാളുടെ സ്വഭാവം പെട്ടെന്ന് യാത്രയിൽ നമുക്ക് തിരിച്ചു വരാം. പണ്ട് തമാശ പറയാം, നമ്മള് ഹജ്ജിന് പോയി, 1200 കിലോമീറ്റർ മാറ്റം. അങ്ങനെ ഹജ്ജൊക്കെ ചെയ്ത് ഹജ്ജിന് പോകുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷിക്കണം. ഹജ്ജിന്
ഒരു 5-8 ദിവസത്തെ കർമ്മങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇതേപോലെ ബസ്സിൽ 2 ആളുകൾ തമ്മിൽ അടിയുണ്ടായി, പ്രശ്നം ഉണ്ടായി. അപ്പൊ ഉസ്താദ് നീച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അടിയൊന്നും കൂടരുത്, ഹാജിമാരല്ലേ എന്ന് നമുക്ക് വെറുതെ പറഞ്ഞത്. പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് ഇങ്ങനെ ചെയ്യുക, യജമാനങ്ങൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. കാരണം എന്താ, ഹജ്ജ് അവരുടെ വേണ്ടമായി ആയിട്ടില്ല. ഹജ്ജിന് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചത്. ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏതെങ്കിലും ഒരു നിമിഷം വെച്ച് പരീക്ഷിക്കും. ചിലപ്പോൾ അറഫയിലായിരിക്കും, ചിലപ്പോൾ മിനയിലായിരിക്കും, ചിലപ്പോൾ ട്രെയിൻ കിട്ടാതായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം കിട്ടാതായിരിക്കും, ചിലപ്പോൾ അമീറിനെ കാണാതെയായിരിക്കും, ചിലപ്പോൾ വൈദ്യുതിയിട്ടായിരിക്കും. എവിടെയെങ്കിലും വെച്ചിട്ട് അതൊന്നും പിടിക്കും. നമുക്ക് ക്ഷമ ഉണ്ടോ, ഇവ വന്നത് ക്ഷമ കൊണ്ട് തന്നെയാണോ, അതിന്റെ പേരെടുക്കാനാണോ, അത് എവിടെയെങ്കിലും ഒന്ന് പരീക്ഷിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഹജ്ജിന് പോകുമ്പോൾ ശ്രദ്ധിച്ചു. അവിടെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ പറഞ്ഞാൽ വേണ്ടാത്തതും അശ്ലീലതയും ഹജ്ജിന് തർക്കമൊന്നും പാടില്ല. അപ്പോ യാത്രയിലാവുമ്പോൾ നമുക്ക് ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഇടപാട് നടത്തിയാൽ നമുക്ക് സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് വാപ്പ മരിച്ചപ്പോ മയ്യത്തിന്റെ അവിടെ അല്ലെങ്കിൽ ഏറ്റെടുക്കുമല്ലോ. അപ്പൊ ബഷീർ എഴുന്നേറ്റിട്ട് പറഞ്ഞത്, വാപ്പാന്റെ ഉസ്താദ് പറഞ്ഞത് ബഷീർ ഏറ്റെടുക്കുമല്ല ഉപ്പാന്റെ ബാധ്യതകൾ എന്ന് പറഞ്ഞപ്പോ സദസ്സിന് ഒരാൾ പറഞ്ഞത്, പൈസ കിട്ടിയിലേക്കും വേണ്ടത് ഉസ്താദെ ബഷീറിനെ ഏൽപ്പിക്കണം. അങ്ങനെ ബഷീർ വെറുതെ ഏറ്റെടുക്കേണ്ട വാപ്പാന്റെ ബാധ്യതകൾ. സഹോദരന്മാരെ സഹോദരിമാരെ, അതുകൊണ്ട് ഈ അമാനത്ത് എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി പരിചയിച്ചു. ഒരു മയ്യത്തിന് വേണ്ടി വന്നപ്പോൾ റസൂൽ ചോദിച്ചാൽ കടമുണ്ടോ എന്ന് ചോദിച്ചു. കടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ നിശ്ചയിക്കാതെ എല്ലാം മനുഷ്യന്മാർ വേണ്ടാത്തരം ചെയ്തവരുണ്ടാവും, ജീവിതത്തിൽ പാഴ്ചകൾ പറ്റിയവരുണ്ടാവും. എല്ലാവരും വേണ്ടി ഒരു വ്യഭിചാരിക്കും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിശ്ചയിച്ചു. കടമുണ്ട് നിശ്ചയിച്ചു. കാരണം എന്താ, അമാനത്താണ്. ഞാൻ വിശ്വസിച്ച് നീ 10 രൂപ ചോദിച്ചപ്പോ, ഒരു 10 ലക്ഷം ചോദിച്ചപ്പോ, 1 ലക്ഷം ചോദിച്ചപ്പോ നിനക്ക് തന്നതാണ്. അത് നീ എനിക്ക് തിരിച്ചു തരാൻ മരിച്ചു പോവുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഏറ്റവും വലിയ പാപമാണ്. നിനക്ക് വേണ്ടി നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ വെക്കുന്നത് നമുക്കെങ്കിലും അതിലൊരു ബോധവും ബോധ്യവും നമുക്കുണ്ടായിരിക്കും. ഇന്ന് വളരെ വ്യാപകമായിട്ട്, ഞാൻ വലിയൊരു ആവേശത്തിലൊന്നും പ്രസാദിക്കുന്നു, വളരെ വ്യാപകമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇപ്പൊ ഈ പട്ടി കൈകാര്യം ചെയ്യുന്നവർ, ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നവർ, സംഘടന കൈകാര്യം ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അമാനത്തുണ്ട്. ഇതിന്റെ സമ്പത്ത്, ഇതിന്റെ സ്വത്ത് അവിടുത്തെ ഒരു ചായ വിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാം. അമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്ത് ഇഷ്ടംപോലെ ഈത്തപ്പഴം കൂട്ടിയിട്ട് അതിന് പോയിട്ട് അദ്ദേഹത്തിന്റെ കുട്ടി ഒരു ഈത്തപ്പഴം നിന്ന് അദ്ദേഹം തൊള്ളയിൽ നിന്ന് കക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് വിവരമില്ലാത്ത ഒരു കുട്ടി ചെയ്തിട്ട് പോലും ആ ഈത്തപ്പഴം എടുത്ത് കൈകണ്ടി വെച്ചു. കാരണം എന്താ, അമാനത്തിൽ അത്ര വിശ്വാസം, അമാനത്ത് അത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. അമാനത്തിന്റെ കാര്യങ്ങളിൽ അത്രയും സൂക്ഷ്മത വേണ്ടതാണ്. അത് ഭരണാധികാരികൾക്ക് വേണം, പ്രസിഡന്റിന് വേണം, കമ്മിറ്റിന്റെ സെക്രട്ടറിക്ക് വേണം, ജില്ലാ സെക്രട്ടറിക്ക് വേണം, കുടുംബത്തിലെ നാഥന് വേണം, കച്ചവടക്കാർക്ക് വേണം, അയൽവാസികൾക്ക് വേണം, കുടുംബ ബന്ധങ്ങളിൽ വേണം, എല്ലായിടത്തും സഹോദരന്മാരെ സഹോദരിമാരെ ഈ അമാനത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരു അമാനത്താണ് സത്യത്തിൽ വഖഫ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വഖഫ് എന്ന് കേൾക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് ഈ പള്ളി, ഈ മണ്ണാർക്കാട് പള്ളി ഇതുണ്ടാക്കിയിട്ട് കുറച്ച് കാലമായിരുന്നു. ഇത് മുസ്ലിം ഉമ്മത്ത് അവരുടെ സമ്പത്ത് ശേഖരിച്ചുണ്ടാക്കിയ ഒരു വഖഫാണ്. വഖഫ് ചിലപ്പോൾ ഒരു കുടുംബം ഒന്നിച്ച് ചെയ്യും, ഒരു വ്യക്തിയായി ഒറ്റയ്ക്ക് ചെയ്യും, ഒരു സമൂഹം ഒന്നിച്ച് ചെയ്യും. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഒന്നിച്ച് കലക്ഷൻ നടത്തിയത്. ഇങ്ങനെയുള്ള അമാനത്തുകൾ ആരാണ് സംരക്ഷിക്കേണ്ടത്? അത് മുസ്ലിങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത്. അതിനെതിരെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളുണ്ട്. വഖഫ്, ജിഹാദ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് വരും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകരുത്. വഖഫ്, ജിഹാദ്, ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ പെണ്ണിനെ നോക്കാൻ തന്നെ പാടില്ല. പിന്നെ എങ്ങനെ പ്രേമിക്കല്?
ഒരു പെണ്ണിന് ഒറ്റ നോട്ടം നോക്കാം, രണ്ടാമത്തെ നോട്ടം നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. പിന്നെ ഇങ്ങനെ പ്രേമിക്കലും ഫോൺ ചെയ്യലും പ്രേമത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യലൊക്കെ പക്ഷെ ഒരു സാധനം ഒരു മുസ്ലിമിന് ചെയ്യാൻ തന്നെ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ നമ്മുടെ അച്ചായന്മാരും അതേപോലെ തന്നെ ചില രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ ലൗകിഹാദിന്റെ ആൾക്കാരാണ്. നമ്മുടെ ഹിന്ദു പെണ്ണുങ്ങളെ അതേപോലെ ലൗകിഹാദ് നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ പെണ്ണുങ്ങളെ കെട്ടാൻ ആളില്ലാതെ അങ്ങനെ പച്ച മണ പറയാം. എന്നിട്ട് ആ ചാനൽ വന്നിട്ട് അവതരിപ്പിക്കുക, ഇപ്പൊ ഈ ഫാന് ഇത് തിരിയണില്ല എന്ന് പറയാം. എന്നിട്ട് തിരിയണില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകൾ വന്നിട്ട് പച്ച മണ പറഞ്ഞിട്ട് കാസ കൂസ എന്ന് പറഞ്ഞിട്ട് ഓരോ തീവ്രവാദ പേരുകൾ ഉപയോഗിച്ചിട്ട് അത് അവതരിപ്പിക്കുകയാണ്. ഈ ആടിനെ പട്ടിയൊക്കെ എന്നത് ഒരുത്തൻ ആടിനെ കൊണ്ട് ചന്തയിലേക്ക് പോവുകയാണ്. കുറെ ചെന്നപ്പോ കുറെ ആളുകൾ തീരുമാനിച്ചിട്ട് നമുക്ക് പൊട്ടനാകണം. അതാണ് ഞങ്ങൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇയാളെ ആടിനെ കൊണ്ടിട്ട് പോകുമ്പോ കുറെ കഴിഞ്ഞിട്ട് എന്താ ഒരു പട്ടിയെ വെച്ചുകൊണ്ട് കിടക്കുന്നത്, ഇതൊന്ന് പോയിക്കാൻ കഴിയും, എന്റെ ഞാൻ ആടല്ല, എന്റെ ആടല്ല, എനിക്ക് വെറുതെ ഞാൻ പട്ടിയെ വിളിക്കുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോകും. അപ്പൊ വേറെ എല്ലാ എന്തൊക്കെ പട്ടിന് തല തോളിൽ വെച്ച് പോകുന്നത് ഞങ്ങൾ ആടിനെ പട്ടിയാക്കാറ്. അപ്പൊ പിന്നെ ഒരു സംശയം, ആടിനെ കേൾക്കെ ആദ്യത്തെ പറഞ്ഞപ്പോ ഞാൻ നിഷേധിച്ചു, രണ്ടാമത്തോട് അങ്ങനെയുള്ള പറഞ്ഞിട്ട് കുറച്ചും കൂടിയാണ് പോയപ്പോ പട്ടിക്ക് തല വെച്ചിട്ട് രണ്ടാമത്തോട് പറഞ്ഞപ്പോ ഒരു സഭ നോക്കിയിട്ട് പക്ഷിനെയാണോ ആടിനെ പറഞ്ഞിട്ട് നമ്മളെന്നെ ചെയ്യുന്ന സംഗതിനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കാറ്. അങ്ങനെ 10 ആള് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു ശരിയല്ല. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഇവിടെ ചാനലുകൾ ചർച്ച ചെയ്യും. ബാക്കിയുള്ള നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഹിന്ദു മതത്തില് എത്രയോ പെണ്ണുകൾ 35-40 വയസ്സായിട്ട് കെട്ടിക്കാതിരിക്കുന്നത്. എന്താ പ്രശ്നം? ചൊവ്വാദോഷം. അത് ചർച്ച ചെയ്യാത്തത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പെൺകുട്ടികള് ചൊവ്വാദോഷം എന്ന പേരില് കല്യാണം കഴിക്കാതെ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. ചൊവ്വാന്നൊരു ഗ്രഹമുണ്ട്, അത് നമ്മൾ ഇടുന്ന ബന്ധം ഒരു ബന്ധമല്ല, എന്നാൽ ആ ദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ഹൈന്ദവ പെൺകുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കുന്നത്. എന്തായാലും സംസാരിക്കാത്തത്, എന്തായാലും കുറിച്ച് ചർച്ച ചെയ്യാത്തത്. അതേപോലെ തന്നെ ഇവിടെ തൊഴിലിടങ്ങളിൽ എത്രയോ പെൺകുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. ബോസുമാരും അതേപോലെ തന്നെ മുതലാളിമാരും വേണ്ടാത്ത രൂപത്തിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. ഷർണൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നൊരു പെൺകുട്ടി ഷർണൂരിലേക്ക് വണ്ടി കയറിയിട്ട് 7 മണി സമയത്ത് ആ കുട്ടിയെ ഒരു വൃത്തികെട്ട ഒരു തമിഴൻ വന്ന് പിടിക്കുകയും ആ കുട്ടി ബോഗിയിൽ നിന്ന് എടുത്തു ചാടുക വെച്ച് ഓരോപ്പോഴും ആടും കോഴിയൊക്കെ നിന്നിട്ട് തടി പണ്ട് കണ്ടതുമായി ഗർഭമൊക്കെ തടി വെച്ചിട്ടുണ്ട്. എന്താ ആ തമിഴന്റെ പേരുണ്ട് ഓരോട് നന്നായിട്ട്. എന്താ പ്രശ്നം? ഐഡന്റിഫിക്കാത്തത്. എന്താ പ്രശ്നം ചർച്ച ചെയ്യാത്തത്? ഒരു പെൺകുട്ടിക്ക് തൃശ്ശൂരിൽ നിന്ന് റെയിൽവേയിൽ വളരെ സുരക്ഷിതമായ രൂപത്തിൽ ഷർണൂരിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസ്ഥയല്ല. മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് രാത്രി 7 മണിക്ക് ശേഷം പോകാനുള്ള സംവിധാനമല്ല. മറിച്ച് ദുബായിൽ പോയി അബുദാബിയിൽ പോയി രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ വസ്ത്രത്തിട്ടും വിടാതെ പെണ്ണുകളൊക്കെ അങ്ങാടി കൂടെ നടക്കാണ്, ഗ്രാമങ്ങളിലൂടെ നടക്കാണ്. എന്താണ് ഈ സുരക്ഷയെ കുറിച്ച് സംസാരിക്കാത്തത്, ചർച്ച ചെയ്യാത്തത്? അതേപോലെ തന്നെ ബോംബെയിലെ തെരുവുകളിൽ 10,000-കണക്കിന് പെൺകുട്ടികളാണ് വേശ്യാവൃത്തി നടത്തി ജീവിക്കുന്നത്. റെഡ് സ്ട്രീറ്റ് എന്നൊരു സ്ട്രീറ്റ് ഉണ്ട്, ചുവന്ന തെരുവ്. പാവപ്പെട്ട പെൺകുട്ടികളെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തട്ടിക്കൊണ്ടുപോയി ഈ റെഡ് സ്ട്രീറ്റിൽ താമസിപ്പിക്കുകയാണ്. രാവിലെ മുതൽ 100-200 രൂപ വാങ്ങിയിട്ട് എത്രയോ ആണുങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരത്തിൽ അവിടെ ഉപയോഗിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങളിലെ, അവരുടെ ചാരിത്രത്തിന് പ്രശ്നങ്ങളിലെ, അവരുടെ അഭിമാനത്തിന് പ്രശ്നങ്ങളിലെ, ഈ വൃത്തികെട്ടവന്മാരെ സഹിക്കുന്നതിന് പ്രശ്നങ്ങളിലെ. എന്താണ് ഈ പ്രശ്നങ്ങൾ രാജ്യത്തെ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യാത്തത്? അതിൽ കൂടുതൽ ഹൈന്ദവ പെൺകുട്ടികളാണ്. എന്താണ് ഐഡന്റിഫൈ ചെയ്യാത്തത്? അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്? എന്നിട്ട് മുസ്ലിം പെണ്ണ് തട്ടിട്ട്, മുസ്ലിം പെണ്ണ് മക്കനിട്ട്, മുസ്ലിം പെണ്ണ് പറഞ്ഞിട്ട് ഇതാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളിൽ വസുവാസുണ്ട്. മറ്റുള്ള മതങ്ങളൊക്കെ സേഫ് ആയിട്ടൊന്നല്ല, നമ്മളെയാണ് തകർക്കേണ്ടത്. അതിലാണ് വഖഫ് ബില്ലിൽ നിന്ന് ബില്ല് കൊണ്ടുവരുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, അർത്ഥം നിൽക്കുക എന്ന. വഖഫ് നിൽക്കുക. മൗഖിഫ് എന്നൊക്കെ പറയും. ഈ പാർക്കിങ്ങിന് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പറയണം മൗഖിഫ് നിർത്തുന്ന സ്ഥലം, പാർക്കിംഗ് എന്നുള്ളത്.
ഒരാളെ നമ്മൾ ഒരു സംഗതിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ വഖഫ് എന്ന് പറയും. ഇനിയോ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഹബ്സു മാലില്ലാഹി തആല യുംകിനു ലിൻതിഫാഅ ബിഹി മഅഖാഇ ഐനിഹി. ഒരു സ്വത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കടത്തി വെക്കുക. എന്നിട്ടോ ആ സ്വത്ത് കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്പെടാൻ വേണ്ടി ഈ പള്ളി കയറ്റി, ഇവിടെ ഈ ഹാള് കയറ്റി, ഇത് സമൂഹത്തിന് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടൗണിലും ഈ പരിസരത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾ വന്ന് നിസ്കരിക്കുകയാണ്. ഇതേപോലെ നൂറുകണക്കിന് ആളുകൾ വന്ന് ക്ലാസുകൾ കേൾക്കുകയാണ്. ഒരു സ്വത്ത് അത് കടത്തി വെക്കുക, മറ്റുപകാരങ്ങളൊന്നുമില്ലാതെ എന്താണ് അതിന്റെ ഉപയോഗം? മുസ്ലിം സമൂഹത്തിന് ഉപകാരപ്പെടുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ പോയി. ഖൈബർ എന്ന് പറഞ്ഞാൽ 95 മൈൽ ദൂരെയാണ് മദീനയുടെ. ജൂതർ താമസിക്കുന്ന സ്ഥലമാണ്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഖൈബറിൽ പോയിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തിട്ട് ആ സ്ഥലം പിടിച്ചെടുത്തു. ഖൈബർ യുദ്ധം നമുക്ക് പറയാം. അങ്ങനെ യുദ്ധത്തിന് ഗനീമത്ത് സ്വത്ത് കിട്ടും. അതില് അസാബ ഉമർ ബി ഖൈബർ അർളൻ. എങ്ങനെയാണ് വഖഫ് ഉണ്ടാകുന്നത് എന്ന് ഹദീസുകളിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബിന് ഖൈബറിന്റെ ഭൂമി ഭാഗിച്ചു കൊടുത്തപ്പോ ഒരു ഭൂമി ഉമർ ബിൻ ഖത്താബിന് കൊടുത്തു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അസബതു അർളൻ മുസിബ് മാലകത്തുൻ അംഫസമിൻ നബിയേ, എനിക്കൊരു ഭൂമി ഖൈബറിൽ വീതിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും എനിക്ക് വിലപ്പെട്ട ഒരു ഭൂമി മറ്റൊരു ഭൂമിയുമില്ല. അത്രയും നല്ല ഭൂമിയാണ്. നിങ്ങൾ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ അത് എടുത്തോ, അതല്ലെങ്കിൽ നീ മുസ്ലിം ഉമ്മത്തിന് നീ അത് സദഖ കൊടുത്തോ. അങ്ങനെ ഉമർ ആ സ്വത്ത് ദാനം കൊടുത്തു. അന്നഹു ഒരു സ്വത്ത് വഖഫ് ചെയ്താൽ ലാ യുബാഉ അസ്ലുഹാ വലാ യുഹബു വലാ യുറസ്. ഒരു സ്വത്ത് കൊടുത്താൽ വലാ യുബാഉ, പിന്നെ വിൽക്കാൻ പാടില്ല. വഖഫിന്റെ സ്വത്ത് പിന്നെ വിൽക്കാൻ പാടില്ല. അത് വഖഫിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. വലാ യുഹബു, ദാനം കൊടുക്കാൻ പാടില്ല. പാവപ്പെട്ടവർക്കൊക്കെ പാടെ പള്ളി ഉണ്ടാക്കാൻ കൊടുത്തിട്ട് വീട് വെച്ചിട്ട് പാവപ്പെട്ടവർക്കൊക്കെ പാടെ വീട് വെച്ച് കൊടുക്കാൻ പാടില്ല. വലാ യുറസ്, ഞാൻ എന്റെ സ്വത്ത് വഖഫ് കൊടുത്താൽ ആ വഖഫിൽ എന്റെ മക്കൾ വന്നിട്ട് ഞങ്ങൾക്ക് അതിൽ അനന്തരമുണ്ട് എന്ന് പറയാൻ പാടില്ല. ഒരാളുടെ സ്വത്ത് വഖഫ് ചെയ്തു, ഒരു ഭൂമി വഖഫ് ചെയ്തു, ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു എങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹം മരിച്ചതിന് വന്നിട്ട് എന്റെ വാപ്പ ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്, അതുകൊണ്ട് ഈ പള്ളിയിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയാൻ പാടില്ല. വഖഫിന്റെ സ്വത്ത് ലാ യുബാഉ അസ്ലുഹാ വലാ യുഹബു വലാ യുറസ്, അത് അനന്തരം എടുക്കാൻ പാടില്ല, ദാനം കൊടുക്കാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല. ഇനി എന്തിനാ വഖഫ് ചെയ്യുന്നത്? വഖഫ് ചെയ്യുന്നത് നമുക്കൊരു പുണ്യം കിട്ടാൻ അല്ലാതെ നമ്മളൊരു ജാരിയത്തായ സ്വത്തൊക്കെ പറയും. എന്തിനാണ് ഈ സ്വത്തൊക്കെ പാടെ വെച്ചിട്ട് നമ്മളെപ്പോഴും തീരുമാനിക്കണം എന്തെങ്കിലും ഒന്ന് നമ്മൾ വെച്ച കിട്ടാനില്ല. നമ്മളെ മക്കളെ എന്താ ചെയ്യാം? അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ വഖഫിനെ കുറിച്ച് ഇങ്ങനെ ആവേശപ്പെടുന്ന 50 സെന്റ് ഭൂമി അത് വേണ്ട, നമ്മൾ വഖഫ് മൊത്തത്തിലുള്ള വഖഫ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബറിന്റെ അടുത്ത് പോയി. ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖബറാളികളോട് പറഞ്ഞു, യാ അയ്യുഹൽ ഖുബൂർ, ഏ ഖബറുകളിൽ കിടക്കുന്നവരെ, യാ അഹ്ലുൽ ഖുബൂർ, ഏ ഖബറുകളിൽ കിടക്കുന്നവരെ, ഇന്ന അംവാലകും ഖദ് ഖുസിമത്, നിങ്ങൾക്ക് പിടിച്ചു വെച്ചിരുന്ന ധനമുണ്ടല്ലോ, ആ ധനമൊക്കെ വിഭജിക്കപ്പെട്ടു പോയി, കുട്ടികൾ അനന്തരാവകാശപ്പെടുത്തു. നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, അവരെല്ലാവരും കല്യാണം കഴിച്ചു പോയി. നിങ്ങളിങ്ങനെ പറയും, ഇത് മരിച്ചതിന് ഞാൻ വെക്കൂല. അവിടെ നിങ്ങൾക്ക് പറയും, നിങ്ങൾ മരിച്ചതിന് ഞാൻ വെക്കൂല, ഞാൻ മരിച്ചോട്ടെ. ഒരു മാസം കഴിഞ്ഞാൽ പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോ പല വാഗ്ദാനങ്ങളും അവരോടൊക്കെ പറയും. അന്ന അംവാലകും ഖദ് ഖുസിമത്, നിങ്ങൾ പിടിച്ചു വെച്ച ധനമുണ്ടല്ലോ, ആ ധനമെല്ലാം നിങ്ങളുടെ മക്കൾ ഓടിവെച്ചെടുത്തു. നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിച്ചു പോയി.
അതുപോലെ സഹോദരന്മാരെ, വഖഫ് എന്ന് പറയുന്നത് സദഖത്തുൻ ജാരിയ. ഞാൻ ഖബറിൽ കിടക്കുമ്പോഴും എനിക്കതിന്റെ ഉപകാരം കിട്ടണം. അതിനുവേണ്ടി മുസ്ലിം ഉമ്മത്തിലെ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത്. അത് ഒരു സെന്റ് സ്ഥലം കൊടുത്താൽ, ഒരു പള്ളിയിലേക്ക് ഞാൻ ഒരു സംഭാവന കൊടുത്താൽ, ഒരു പള്ളി ഉണ്ടാക്കാൻ കൊടുത്താൽ, അതെല്ലാം വഖഫിന്റെ പേരിൽ വരും. അതുകൊണ്ട് തന്നെ അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. നമുക്ക് എത്ര സ്വത്തുണ്ടായിട്ട് ആ സ്വത്ത് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുത്തിരിക്കുന്നത് എന്തിനാ സ്വത്ത്? 10 ഏക്കർ റബ്ബറുണ്ട്, 5 ഏക്കർ റബ്ബറുണ്ട്. അതിപ്പോ നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കളെ അതൊക്കെ പാടെ ഓരിച്ചെടുക്കും. അപ്പൊ നമ്മൾ പറയാം, നമ്മൾ ഓരിച്ചെടുത്തോളി, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഒരു 5 സെന്റ് ഞാൻ ഇങ്ങനെ സംഗതിക്ക് വേണ്ടി കൊടുക്കരുതെന്ന് പറയുമ്പോൾ അതിന്റെ ഉപകാരം നമ്മുടെ ഖബറുകളിലേക്ക് എത്തും. അതാണ് സദഖത്തുൻ ജാരിയ. വഖഫിലൂടെ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് സദഖത്തുൻ ജാരിയയാണ്. രണ്ടാമത് എന്താ? ഇവിടെ ഇങ്ങനെ മണ്ണാർക്കാട് ടൗണിന്റെ ഏറ്റവും വില കൂടിയ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായി. അടുത്തൊരു തലമുറയ്ക്ക് ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ കഴിയില്ല. അടുത്തൊരു തലമുറയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്ക് ഇത്ര സാമ്പത്തിക ശേഷി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് അവർക്ക് ഈ ഭൂമി വാങ്ങേണ്ട കാര്യമില്ല, അവർ പള്ളി വാങ്ങേണ്ട കാര്യമില്ല. പെയിന്റ് അടിച്ച് നോക്കിയാൽ മതി, മെയിൻ്റെനൻസ് നടത്തിയാൽ മതി. അടുത്തൊരു തലമുറയ്ക്ക് സുരക്ഷിതത്വം കൊടുക്കുകയാണ് ഇസ്ലാം വഖഫിലൂടെ. അള്ളാഹ് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാനും നോക്കാനും മാത്രമല്ല, ഈ ദീൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ അള്ളാഹ് പറയും. അപ്പൊ ഇവിടെ ഒരു സ്ഥാനത വന്നുകൊണ്ട് ഇനി ഇവിടെ വരുന്ന ചെറുപ്പക്കാരൊക്കെ ഇത് മെയിൻ്റനൻസ് നടത്തിയിട്ട് ഒരു 50-70 കൊല്ലം അങ്ങനെ പോകും. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ഭൂമിക്ക് ഉണ്ടാക്കാൻ ഇപ്പൊ ഇത് വാങ്ങുമ്പോൾ 10 ലക്ഷമാണെങ്കിൽ ഇപ്പൊ 30 ലക്ഷമാണ്. ഇനി 10 കൊല്ലം കഴിയുമ്പോൾ 70 ലക്ഷമാണ്. അന്ന് ഇതേപോലെ ഒരു ഭൂമി വാങ്ങി മണ്ണാർക്കാട് ടൗണിൽ പള്ളി ഉണ്ടാക്കാൻ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർക്കോ ചെറുപ്പക്കാരികൾക്കോ ധനാഢ്യന്മാർക്കോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് സമൂഹം അതിന് മുമ്പ് ചെയ്തു, വഖഫ് ചെയ്തു. അത് സമൂഹത്തിലേക്ക് സുരക്ഷിതമായി നിലനിൽക്കും. അതേപോലെ തന്നെ കോളേജുകൾ പൊളിക്കല്, അതേപോലെ തന്നെ ഇടപെട്ട ജാമ്യ, തലത്തിനാട്ടുകാരിലുള്ള കോളേജുകൾ, ഇതെല്ലാം എത്രയോ ധനാഢ്യന്മാരുടെ വഖഫാണ്. അവര് ഏക്കറും 10 സെന്റും 20 സെന്റും കൊടുത്ത ഭൂമികളിലാണ് അത്ര സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. നമ്മളൊക്കെ കൊടുത്ത പിരിവുകളിലൂടെയാണ് അത് നിലനിൽക്കുന്നത്. ആ കോളേജുകളിൽ നിന്ന് എത്ര സലാഹിമാർ ഇറങ്ങി, എത്രയോ സ്ഥലത്ത് ഇതുപോലെ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു, ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു നിശ്ചയിച്ച സുരക്ഷിതത്വ ബോധമാണ് വഖഫ് എന്നുള്ളത്. മുസ്ലിം ഉമ്മത്തിന് കാലാകാലങ്ങളിൽ ജീവിക്കാനുള്ള സുരക്ഷിതത്വ ബോധമാണ് വഖഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വഖഫിന്റെ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അപ്പൊ 2 ഉപകാരമുണ്ട്. ഒന്ന്, നമ്മൾ വെച്ച നമുക്ക് 2 മുസ്ലിം ഉമ്മത്തിനുള്ള സുരക്ഷിതത്വ ബോധം. ഇനിയോ ഇസ്ലാമിക രാജ്യങ്ങളിലാണെങ്കിൽ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുക മുസ്ലിം ഭരണാധികാരികളാണ്. സൗദി അറേബ്യ, ഒമാൻ വഴി ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യും. പള്ളി ഉണ്ടാക്കണം, പള്ളിയൊക്കെ ഗവൺമെന്റിന്റെ പേരിലാണ് പ്രവേശിക്കുന്നത്. വ്യക്തികൾക്ക് അവിടെ പള്ളി ഉണ്ടാക്കാം, പക്ഷെ ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ആത്യന്തികമായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇനിയോ മുസ്ലിം രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ, ഇപ്പോ ലോകത്ത് 51 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് കണക്ക്. ഇവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ട്. ഇപ്പോ പിന്നെ ഈജിപ്തിലെ മുസ്ലിങ്ങളുണ്ട്, സിറിയയിലുണ്ട്, ഇറാഖിലുണ്ട്, സൗദി അറേബ്യയിലെ കുറവാണ്, UAE പൗരത്വമുള്ള ജൂതന്മാരും അതേപോലെ തന്നെ ഹിന്ദുക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളിലും ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവർക്ക് ദിമ്മി എന്ന് പറയാം. എന്താ പറയാ? ദിമ്മി എന്ന് പറയാം. മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിം. ഇപ്പൊ ജോർദാൻ എന്നൊക്കെ വരുന്നത് കാരണത് എന്നൊക്കെ പേരുണ്ടാവും. അപ്പൊ നമ്മൾ ചോദിക്കും മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ? ഈസാന്റെ പേരുണ്ടാവും. നമ്മൾ ചോദിക്കും മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ? കാരണം മുസ്ലിമും ഈസാനും ക്രിസ്ത്യാനിയും. അഹമ്മദ് മൂസ മുസ്ലിമോടും ക്രിസ്ത്യാനിയും. ഇനിയോ അവിടെയുള്ള മുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യത? മുസ്ലിം ഭരണാധികാരിയുടെ ബാധ്യത. അവിടെ ഒരു ചർച്ച ഉണ്ടെങ്കിൽ ആ ചർച്ച സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അവരുടെ ആരാധന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യത. നമുക്കറിയാം ശിർക്കാണെന്ന്, പക്ഷെ അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കേണ്ടത്, അത് ആരെങ്കിലും ആക്രമിക്കാമെന്നാൽ അത് സംരക്ഷിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹലാലു മുആഹിദൻ അൻതഖസഹു വകദഫ ഫൗക താഖതിഹി വഅഖദ മിൻഹു ശൈഅൻ ബിഗൈരി തയ്യിബിൻ ഫഅന ഹദീഥു റസൂലുള്ളാഹി പറയുന്നു. ആരെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത്
മുസ്ലിമിനോട് ആരെങ്കിലും അവന്റെ അവകാശത്തിൽ കുറവ് വരുത്തി, അതല്ലെങ്കിൽ അവന് കഴിയാത്തത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അവന്റെ തൃപ്തിയില്ലാതെ അവന്റെ ജനത്തിൽ എന്തെങ്കിലും ചെയ്താൽ റസൂൽ പറയും ഞാനായിരിക്കും ആ മുസ്ലിമിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുത്ത് വാദിക്കുക. അവനോട് യാതൊരു അനീതിയും ചെയ്യാൻ പാടില്ല, അവന് സ്വത്ത് പിടിച്ചെടുക്കാൻ പാടില്ല. മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന ആ മുസ്ലിങ്ങളോട് ആ രൂപത്തിൽ പെരുമാറണം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാതെ ഉൽബാഗയിൽ ചെയ്തതുപോലെ കാശ്മീരിൽ ചെയ്തതുപോലെ കലിമ ചൊല്ലി ഓരോ കലിമറിയിലേക്ക് തലയിലേക്ക് വെടിവെക്കുന്നതല്ല ഇസ്ലാം. ആരാണ് ഈ വൃത്തികെട്ടവന്മാർ ഇസ്ലാം പഠിപ്പിച്ചത്? മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്ത് പല പ്രതിസന്ധികളും നേരിടുമ്പോ സംഘപരിവാറിനും ജൂതന്മാർക്കും വേണ്ടി ഓശാനം പാടുന്ന ഇത്തരം വൃത്തികെട്ടവന്മാർ താടിയും തലപ്പാവും വെച്ച് അഹമ്മദും മുഹമ്മദും മുഹ്സിൻ എന്നും പേരിട്ട് സാധുക്കളായ ടൂറിസ്റ്റുകളുടെ തലയിലേക്ക് വെടിവെക്കുന്നതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുമ്പോ അയാളുടെ സ്വത്തും അയാളുടെ അഭിമാനവും അയാളുടെ ആരാധനാ കേന്ദ്രങ്ങളും സംരക്ഷിക്കപ്പെടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തെ സജ്ജീകരിച്ചപ്പോ അവരോട് പറഞ്ഞത്, ഇസ്ലാമിക സൈന്യം ഒരു രാജ്യത്ത് കടക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തോട് നിങ്ങൾ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. ഇസ്ലാമിക സൈന്യം ആദ്യം ചെന്നിട്ട് പറയണം, നിങ്ങൾ മുസ്ലിമാകണം, ഇതാണ് ശരി എന്ന് പറയണം. എന്നിട്ടും അവർ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിനാണെന്ന് പറഞ്ഞ് യുദ്ധത്തിന് പുറപ്പെടുമ്പോ അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല, കുട്ടികളെ വേദനിപ്പിക്കാൻ പാടില്ല, അവിടുത്തെ മരങ്ങളെ നിങ്ങൾ മുറിക്കാൻ പാടില്ല, അവിടുത്തെ മഠങ്ങളിൽ ഉപവസിക്കുന്ന അവിടുത്തെ പുരോഹിതന്മാരെയും അതേപോലെ തന്നെ അച്ഛന്മാരെയും സന്യാസിമാരെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി പറഞ്ഞതാണ്. ഇവിടുത്തെ സഹാബി ഇവിടുത്തെ റസൂല് ഒരു ഹിന്ദുവിനോട് പോയിട്ട് കലിമയിലേക്ക് അവരെ കൊല്ല. ഇതൊക്കെ ജൂതന്മാരുടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കി കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരായ താടിയും തലപ്പാവും വെച്ച വൃത്തികെട്ടവന്മാരാണ് ഇവർ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാണ്. ഇവരോട് നമുക്ക് മനസ്സിൽ എവിടെയെങ്കിലും അത് വേണമെന്ന് സഹോദരന്മാരെ നമുക്ക് തോന്നാൻ പാടില്ല. അത് നമ്മുടെ വിശ്വാസത്തെയാണ് എതിർക്കുന്നത്, നമ്മുടെ അഖീദയെയാണ് എതിർക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലം യറ റായിഹത്തുൽ ജന്ന, ഇങ്ങനെ ഒരു മുസ്ലിമിനെ വേണ്ടാത്ത രൂപത്തിൽ വധിച്ചവൻ, ഒരു നിരപരാധിയെ വധിച്ചവൻ, മുസ്ലിം ഉമ്മത്തുമായിട്ട് നല്ല നിലയ്ക്ക് കഴിയുന്ന ഒരുത്തനെ വധിച്ചവൻ, ഭരണാധികാരിയുടെ കീഴിലല്ലാതെ ഒറ്റക്കൊറ്റ തീരുമാനങ്ങളെടുത്ത് ആ മുസ്ലിങ്ങളെ വധിക്കുന്നവൻ, അവൻ ലം യറ റായിഹത്തുൽ ജന്ന, ഈ തീവ്രവാദികൾ ഈ വധിച്ചത് കൊണ്ട് ഏത് സ്വർഗത്തിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്വർഗത്തിന്റെ വാസന പോലും ഈ വൃത്തികെട്ടവന്മാർക്ക് ഉണ്ടാവില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വധിച്ചോണ്ട് ആർക്കപ്പ വെച്ചോ? നമുക്ക് വെച്ചതില്ല. നമ്മളൊരു വഖഫ് ബില്ലിൽ പോയിട്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ വാദങ്ങൾ അവതരിപ്പിച്ച് നിൽക്കുമ്പോ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അപ്പുറത്ത് നിർത്താനുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക് സഹിക്കുമില്ല? സ്വന്തം ഭർത്താവിനെ തന്റെ മുമ്പിൽ വെച്ച് കല്യാണം കഴിഞ്ഞിട്ട് അടുത്തുള്ളൂ, നമുക്ക് സഹിക്കോ? എല്ലാ മനുഷ്യന്റെയും ചോര ഒന്നാണ്, എല്ലാ മനുഷ്യന്മാരുടെയും വികാരങ്ങളും പ്രയാസങ്ങളും ഒന്നാണ്. അതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഇത്തരം തീവ്രവാദികളെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും അവരോട് അനുകമ്പയോ സ്നേഹമോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മുസ്ലിമിനെ വധിച്ചത് സ്വർഗത്തിന്റെ വാസന പോലും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്ത് കരുതലിട്ട് കാര്യം. അതുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന ഒരു ഉറപ്പുണ്ട്, 26-ാം വകുപ്പ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പെന്ന് അറിയാം? ഈ രാജ്യത്ത് ഹിന്ദുവിന് ക്ഷേത്രം നടത്താം, ക്ഷേത്രം ഭരിക്കാം, ക്ഷേത്രത്തിന്റെ കൈകാര്യങ്ങൾ ചെയ്യാം. മുസ്ലിമിന് അവരുടെ പള്ളികൾ, അതേപോലെ തന്നെ മക്ബറകൾ, അവരുടെ വസ്തുവകകൾ, അവിടെയൊക്കെ നമുക്ക് നമ്മുടേതായ കൈകാര്യങ്ങൾ ചെയ്യാം. ക്രിസ്ത്യാനിക്ക് അവരുടെ ചർച്ചുകൾ, അവന്റെ പള്ളികളുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ കാര്യം ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പുണ്ട്.
ലോകത്തിന്റെ ഇന്ത്യ മാത്രം 77 കൊല്ലായി സ്വാതന്ത്ര്യം, 47 സ്വാതന്ത്ര്യം. ഈ രാജ്യം എന്താ വിഭജിക്കപ്പെടാതെ പോകാതിരിക്കാൻ കാരണം? ജർമ്മനി രണ്ടായി, കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറൻ ജർമ്മനി, കൊറിയ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ. അങ്ങനെ ലോകത്തെ പല രാജ്യങ്ങളും വിഭജിക്കപ്പെട്ടു. ഇവിടെ 1000ഓളം ഭാഷകളാണ്. ഓരോരുത്തർക്കും ഓരോ രൂപമാണ്. നമുക്ക് നമ്മുടെ രൂപത്താണെങ്കിൽ നേപ്പാളിനെ കണ്ടാലോ മണിപ്പൂരിനെ കണ്ടാലോ എന്താ കണ്ണു കാണാതെ മൂക്കൊക്കെ തമിഴിന് വേറൊരു രൂപമാണ്, അവന് വേറൊരു ഭാഷയാണ്, അവന് വേറൊരു രീതിയാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. എന്നിട്ട് ഈ രാജ്യം വിഭജിക്കപ്പെടാതെ പോണതുകൊണ്ടാ ഈ രാജ്യത്തിലെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഹൈന്ദവർക്ക് അവരുടെ, നമുക്ക് മാത്രമുള്ള വഖഫ് ബോർഡ് അല്ല, ഹൈന്ദവർക്ക് അവരുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ്. നമുക്ക് മാത്രമല്ല, സ്ത്രീകളൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് ഇങ്ങനെ വയറ് കേട്ടിട്ട് ഇങ്ങനെ കരയണം, അപ്പോഴേ കേട്ടിട്ടില്ല ആവുള്ളൂ. ഇതൊക്കെ കേട്ടതിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അമ്മാനോട് പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ. പ്രാർത്ഥന അല്ലാതെ ഒന്നുമില്ല. സുപ്രീം കോടതി, രാഷ്ട്രപതി, ലോകസഭ, ഗവർണർമാരും എല്ലാം അപ്പുറത്താണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ മാത്രമാണ് നമുക്കൊരു പ്രതീക്ഷ. ഈ വിഷയങ്ങൾ നിങ്ങൾ എന്തിനാ കേൾക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ വെറും തെസ്കേറ്റ് മാത്രം കേട്ടിട്ടുണ്ടാരല്ല. ഈ കാലത്ത് നിങ്ങൾ എല്ലാ വിഷയവും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണേക്കാൾ ഉഷാറായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ എന്താ വിഷയം എന്താണ്? വിഷയം അറിയാത്ത സുന്നിപ്പള്ളി പോയിട്ട് ആഗ്രഹത്തെ പോലെ ആകരുത്. എന്താണ് വിഷയം? എന്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം? മുസ്ലിം ഉമ്മത്തിന്റെ വഖഫിന്റെ പ്രശ്നം എന്താ? ഈ ടിവിയിലും പേപ്പറിലും പള്ളിക്കലും മതവിജ്ഞാന വേദിയിലൊക്കെ വരുമ്പോ വഖഫ് 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 എന്ന് പറഞ്ഞത് എന്താണിത്? ഞാൻ എനിക്കെന്താ ബാധ്യത? നിങ്ങളുടെ ബാധ്യത എന്താ? നിങ്ങളുടെ ബാധ്യത അങ്ങാടികളിൽ ഇറങ്ങി പ്രകടനം നടത്തലല്ല, സുജൂദിലും മറയം നടത്തുന്ന റുക്കൂഴിലും നമസ്കാരത്തിലും തഹജ്ജുദിലും ഒക്കെ കടന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ഭരണാധികാരികളെ തരണേ, അല്ലാഹുവേ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ നീ സംരക്ഷിക്കണേ, അല്ലാഹുവേ ഈ പള്ളിയിൽ അടുത്ത തലമുറകൾ സുജൂദ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണേ, അല്ലാഹുവേ ഈ മഖ്ബറയിൽ അടുത്ത തലമുറക്കും ഖബർസ്ഥാനുള്ള സംവിധാനം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ ചില വിഷയങ്ങൾ മാത്രമേ ഞാൻ കേൾക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുന്നല്ല, എല്ലാം കേൾക്കുകയും എല്ലാത്തിനും വേണ്ടി മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡുണ്ട്, അവരുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാൻ. മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡുണ്ട്, അവരുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാൻ. സിഖുകാർക്ക് ഗുരുദ്വാര ആക്ടാണ്, ഗുരുദ്വാര ആക്ട് എന്നാണ്. അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് സത്യത്തില് ഇവിടെ ഈ ബിജെപിന്റെ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് ബില്ല് കൊണ്ടുവന്നപ്പോൾ അവർക്ക് പ്രചരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ സ്വത്ത് വഖഫ് സ്വത്തുക്കളുള്ളത് മുസ്ലിങ്ങൾക്കാണ്. ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ സംവിധാനവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വത്തുള്ളത് മുസ്ലിങ്ങൾക്കാണ്. അത് നോക്കണം. കപിൽ സിബൽ പാർലമെന്റിൽ പറഞ്ഞു, ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മാത്രം ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തെടുത്താൽ മുസ്ലിങ്ങളുടെ സ്വത്ത്. ഇനിയോ ബ്രിട്ടീഷുകാരിൽ പോയപ്പോ അർഹമായിട്ടും അനർഹമായിട്ടും ക്രിസ്ത്യാനികൾക്ക് എത്രയോ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ക്രിസ്ത്യാനികളിലൂടെ നടക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ സ്വത്തുള്ള ഒരു സംവിധാനം. വഖഫ് ബോർഡ് കേരളത്തിൽ 50 സെന്റ് സ്ഥലമുണ്ട്. നിങ്ങളുടെ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തു. വഖഫ് ബോർഡ് എന്താ കാര്യം? നിങ്ങൾക്ക് തന്നെ നടത്താൻ വയ്യ, പിരിപിടിക്കുന്ന വഖഫ് ബോർഡ് ഇതിന്റെ വരുമാനമാണ്. ഇതിപ്പോ ഇവിടെ കോൺഗ്രസ് എത്തപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് അല്ലെ, അവിടുത്തെ ചെറിയ വഴിയുണ്ട്. ഇതിന് വരുമാനമൊന്നുമില്ല. ഇവിടെ പ്രചരിപ്പിക്കണ ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകണം. ഇനിയിപ്പോ ഇവിടുന്ന് ചായ എടുക്കണമെങ്കിലും ബിരിയാണി എടുക്കണമെങ്കിലും ഇവിടെ നിന്ന് പിരിവിട്ട് തന്നെ വേണം. പള്ളിക്കൊക്കെ വരാൻ തന്നെ ആൾക്കാർക്ക് ഇവിടെ പിരിവിട്ടുണ്ടാവുക. ലക്ഷക്കണക്കിന് ഉറുപ്പേന്റെ കോടിക്കണക്കിന് ഉറുപ്പേന്റെ സ്വത്ത് 5 കാശ് വരുമാനമില്ലാതെ അള്ളാഹിന് വേണ്ടി സുജൂദ് ചെയ്യാനും മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കാനും മാത്രം ഉദ്ദേശിക്കുന്നത്. ഇവിടേക്ക് 1 ലക്ഷം രൂപ ചെലവുണ്ടെങ്കിൽ അത് നമ്മൾ പിരിവിട്ടെടുക്കണം. പിന്നെ വഖഫ് ബോർഡ് മുതലാളി എന്താ കാര്യം? ആര് മുതലാളി? പണ്ടിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് തെണ്ടുകെടുത്തത്. ഈ തെണ്ടിനോട് പോയി ചോദിച്ചതല്ല, ഇതിന്റെ ബാങ്ക് മക്കളൊന്നും ഇല്ലെങ്കിൽ തെണ്ടുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. ഒരാള് മൈസൂരാണ്, ഒരാള് ബോംബെയിലാണ്, ഒരാള് ഡൽഹിയിലാണ്.
എന്നിട്ട് തിരിച്ചിട്ട് അവരൊക്കെ അവിടെ തന്നെ ഇതിങ്ങനെ കാണുമ്പോ മുസ്ലിങ്ങളുണ്ടോ മണ്ണാർക്കാട് ടൗണിൽ തന്നെ കണ്ടു. പാലക്കാട് അങ്ങനെ ഗുരുവായൂർ പോകുമ്പോൾ 3 പെട്ടത് പരലേറെ കോളേജിൽ ജപ്പാനത്തേക്ക് കയ്യിൽ വരുന്നു. ഇതിങ്ങനെ കാണുമ്പോ അതൊക്കെ വരും. എന്ത് വരുമാനം, പ്രത്യേകിച്ച് മുജാഹിദീൻ വരുമാനം. പിന്നീട് പിന്നെ 10 റുപ്യ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ 10 റുപ്യ ഉണ്ടാകുന്നു. എന്നാലും അവർക്ക് കിടക്കാറുണ്ട്. നമ്മളെക്കാട്ട് പിരിവാകും. ഈ കവറും ഈ കുറ്റിയും ഒക്കെ ഉണ്ടായിട്ട് വലുത് വലുതായിരിക്കില്ല. ഒരു വരുമാനമില്ലാത്ത സ്വത്ത് കൊണ്ടെടുക്കുകയാണ്. എന്നിട്ട് പറയുന്ന വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാല് റെയിൽവേനെ പോലെ റെയിൽവേയിൽ വന്ന് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ ബാംഗ്ലൂർക്ക് ഒരു ടിക്കറ്റ് ബുക്ക് എന്നൊക്കെ ടിക്കറ്റ് ഇല്ല. അത്ര ടൈറ്റ് ആയിട്ടാണ് ബാംഗ്ലൂർക്ക് ട്രെയിൻ ഉള്ളത്. അങ്ങോട്ട് 3 ട്രെയിൻ ഉണ്ട് നമ്മളെ പാലക്കാട് ആ ഭാഗത്ത്. ഒന്നിലൊഴിവില്ല, ഒന്ന് ബുക്ക് ചെയ്തൊക്കെ AC ഒഴിവില്ല. അപ്പൊ അതൊക്കെ വരുമാനമാണ്. അങ്ങനെ എന്തൊരു വരുമാനം നമുക്കില്ലേ? ഇല്ല, നമുക്ക് തെറ്റിദ്ധരിപ്പിക്കും. പിന്നെ പറയണേ വഖഫ് ബോർഡ് വന്നിട്ട് കുറ്റി അങ്ങനെ അടിച്ചാല് അത് വഖഫ് ബോർഡിൻ്റെതാണ്. ഹിന്ദുക്കളെ പറഞ്ഞ പേടിപ്പിക്കുക. ഇപ്പൊ മുനമ്പത്ത് വഖഫ് ബോർഡിൽ കുറ്റി അടിച്ചു. മുനമ്പത്ത് ആൾക്കാരൊക്കെ വഖഫ് ബോർഡിന്റെ റൂമിലാണ് താമസിക്കുന്നത്, ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. ആരും പറഞ്ഞിട്ടില്ല. എന്റെ വീട് അതിന്റെ ആധാരമല്ല എന്റെ പേരില്ല, അതിന്റെ പോക്കുവരവ് ആരല്ല എന്റെ പേരില്ല, അതിന്റെ തണ്ടപ്പേരാരല്ല എന്റെ പേരില്ല, വില്ലേജിലെ കാര്യമാരാ എന്റെ പേരില്ല. മൂപ്പര് വന്നിട്ട് ഷൗക്കത്ത് വന്നിട്ട് അവിടെ പോയിട്ട് എന്റെ വീടാകുമ്പോ കിട്ടോ ഇല്ല. ഞങ്ങളുടെ ചിലപ്പോൾ തർക്കട്ടോ, തർക്കണി കോടതി പോയാൽ കോടതി നോക്കും തന്റെ പേരാരല്ല, പോക്കുവരവ് ആരാടി, ആധാരാണ് പോയിക്കോ. അങ്ങനെ തന്നെ വഖഫ് ബോർഡിനുള്ളൂ. ഈ രാജ്യത്ത് കോടതികളില്ലേ? ഇവിടെ വന്നിട്ട് പോയി ഇതിന്റെ അപ്പുറത്ത് പോയിട്ട് മണ്ണാർക്കാട് പള്ളിക്കാർക്ക് അപ്പുറത്തെ വീട് പോയിട്ട് ഞങ്ങളുടെ സ്ഥലം പറയാൻ പറ്റുമോ? പറഞ്ഞ് പച്ച പറയാൻ പറ്റില്ല. ഈ കാര്യം തീരുന്നില്ല എന്ന് പറയാം. ആടിനെ പട്ടിയാക്കുക. എന്നിട്ട് ചാനലിൽ നിന്ന് വന്നിട്ട് പച്ചക്ക് പറയാ വൃത്തികെട്ടവന്മാർ അല്ലാഹു അവരുടെ ശരീരത്തിൽ നിന്ന് മുസ്ലിം കുടുംബത്തിനെ കാത്തിരക്ഷിക്കുന്നു. പച്ചക്ക് പറയാ. ഇന്നലെ പണ്ട് ചെങ്ങായി വിഷുവിന് പടക്കം പിടിച്ചത് അപ്പോഴത്തേനും BJP നേതാക്കളെ കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു അപ്പോഴത്തെ ഞാൻ പടക്കം പിടിച്ചത് 8 റുപ്യയുടെ പടക്കം. ഇങ്ങനെ പച്ചക്ക് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹൈന്ദവരെ തെറ്റിദ്ധരിച്ചു. ഹിന്ദുക്കളെ പോലെ ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് വഖഫ് ബോർഡ് ആരും ചെയ്യാനൊക്കെ പറഞ്ഞു. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വീട്ടിൽ നാളെ കൊടുത്തിട്ട് വഖഫ് ബോർഡിന്റെ സ്ഥലമാണെങ്കിൽ ഇരിക്കുമോ? അങ്ങനെ എല്ലാം ചെയ്തില്ല. നമ്മൾ താമസിച്ച് നമ്മുടെ പേരിൽ കരകെട്ടണ ഒരു ഭൂമി വന്നിട്ട് ആര് പറഞ്ഞാലും കേൾക്കുക. അങ്ങനെ സത്യത്തില് പച്ച നുണ പറയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ എന്താ ചെയ്യാൻ പാടില്ല, ഈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണമായിട്ട് മണ്ണാർക്കാട്ടൊക്കെ എന്താണെന്നറിയില്ല, ഇപ്പൊ ഈ നമ്മുടെ ഈ ഖബർസ്ഥാനുകൾ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ 100 കണക്കിന് കൊല്ലായിട്ടുള്ള സ്ഥാനങ്ങൾ അല്ലേ? അന്നൊന്നും ആധാരങ്ങളൊന്നും ഉണ്ടാവില്ല. പോട്ടെ, ഒരു 75 വയസ്സായ ആളോട് എന്താ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമ്മുടെ നാട്ടില് ഉണ്ടാവോ? ആർക്കും അറിയില്ല. എന്താ പ്രസവിച്ച് അത് റമദാനിക്ക് റമദാൻ 15-ന് അഹമ്മദിനെ പ്രസവിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രസവിച്ചതാണ്. ഇതെന്നെ കണക്ക് എന്താണ് ഡേറ്റ് ഇല്ല, സമയമില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കൊക്കെ ഡേറ്റ്. ഇപ്പൊ ഞാൻ തന്നെ പഠിക്കുന്ന കാലത്ത് റിയാദിൽ പോകാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്ത് ഞാൻ 65 ജനിച്ചാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റി പോയി ചോദിച്ചപ്പോ അവിടെ പോയി പറഞ്ഞിട്ടില്ല. പാർട്ടി ജനിച്ച സന്തോഷത്തിൽ പോയി പറയണം. നിങ്ങൾക്കൊക്കെ അങ്ങനെ പുതിയ ജനിച്ചവർക്കൊക്കെ അന്നൊന്നും പറയില്ല. ജനിച്ചു അൽഹംദുലില്ലാഹ് രജിസ്ട്രേഷൻ ഇല്ല, പേരില്ല, പഞ്ചായത്തിൽ പോയി പറയലില്ല, മുനിസിപ്പാലിറ്റി ഇല്ല, ഒന്നുമില്ല. അതാണ് ഈ പൗരത്വത്തിന്റെ പ്രശ്നം വന്നപ്പോ നമ്മൾ ഒച്ചപ്പിടി ഉണ്ടാക്കിയതെന്നുകൊണ്ടാ. ആർക്കും ഈ വയസ്സാക്കാരെ കൊണ്ട് പോകേണ്ടി വരും. ചെറുപ്പക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഭൂമികളും നമ്മുടെ ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞു, ഡൽഹിയിലെ ഏതോ ഭൂമി പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു, അതിന്റെ രേഖകളിലൊക്കെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ചോദിച്ചാല് ഒരാൾ പോയിട്ട് കേസ് കൊടുത്തു, ഈ ഭൂമി വഖഫിന്റെതല്ല എല്ലാവരും പറഞ്ഞ കേസ് കൊടുത്താൽ ഇത് വഖഫിന്റെതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വഖഫ് ബൈ യൂസറാണ്. കാലാകാലങ്ങളായിട്ട് വഖഫ് സ്വന്തമായിട്ട് ഉപയോഗിക്കണം. ചിലപ്പോൾ ആധാരം അടിയാധാരം ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ കൊടുത്തു, നവാബന്മാർ കൊടുത്തു, മുഗളന്മാർ കൊടുത്തു, നമ്മളങ്ങനെ പോണ്. പേപ്പർ വെച്ചാലും പേപ്പറൊന്നും ഉണ്ടാവില്ല.
നമ്മളെന്നെ ചില വീട്ടുകാരൊക്കെ ശരിക്കും മാർച്ച് ഏപ്രിലായ എല്ലാവരും പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരടക്കണം അല്ലേ? ആരും അടക്കൂല. അതൊക്കെ പിന്നടക്കാൻ അങ്ങനത്തെ ആൾക്കാരെ നമ്മളും അങ്ങനത്തെ കൊല്ലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഉപയോഗിച്ചു വരുന്ന ഭൂമികള് ഇപ്പൊ ഇവര് പറയുന്നത് അതൊക്കെ വഖഫ് ബൈ യൂസറാണ്. അത് പോയിട്ട് ഗവൺമെന്റ് പറയണത് ഞങ്ങളുടെ ഭൂമിയാന്ന് പറഞ്ഞാൽ അത് അവിടെ എടുക്കും. പിന്നെ എവിടെ കൊണ്ട് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ചില്ലറ പ്രശ്നങ്ങൾ നമുക്കിപ്പോ പോലെ കഴിക്കാൻ പറ്റുമോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലത്താണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓരിക്കൽ വീട്ടിലുള്ള പ്രസംഗം പറഞ്ഞിട്ട് എല്ലാവരും കരയിപ്പിച്ചിട്ട് സുജൂദ് കിടന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഭാഷയിൽ ഞാൻ പറയും. അങ്ങനെ മുസ്ലിങ്ങൾക്ക് 9,14,00,000 ഏക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ 11,95,00,000 ആസ്തി മുസ്ലിങ്ങൾക്ക് 8,07,000 വഖഫ് സ്വത്തുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലെ ഹിന്ദുക്കൾ ക്ഷേത്രം എടുത്താൽ നമ്മൾ തോന്നുന്നു ഇത്രയും സ്വത്തുക്കള് ഈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരിട്ട് പോകുന്നത്. പിന്നെ ഇതിലേക്ക് ഇവരെന്ത് ചെയ്യും? ഇതിലേക്ക് കലക്ടറെ നിയമിക്കും. മുസ്ലിം പ്രതിനിധികളെ കൊണ്ടുവരും. ഇപ്പൊ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാല് ഒക്കെ മുസ്ലിമാണ്. ഇപ്പൊ ദേവസ്വം ബോർഡൊക്കെ എങ്ങനെയാ അംഗങ്ങൾ ഉണ്ടാക്കല്? കേരളത്തില് നിയമസഭയില്, നമ്മുടെ നിയമസഭയല്ലേ നിയമസഭ, ആ നിയമസഭയിലെ ഹിന്ദു അംഗങ്ങളെ മാത്രമേ ദേവസ്വം ബോർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുള്ളൂ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ശരിക്കും മതമൊന്നുമില്ല. എന്നാലും ഹിന്ദു ആണെങ്കിലോ ദേവസ്വം ബോർഡ് വോട്ട് ചെയ്യാൻ എന്താവണം? വോട്ട് ചെയ്യാൻ അർഹത ഹിന്ദു ആണെങ്കിൽ. കമ്മ്യൂണിസ്റ്റ് സാധാരണ പറയുന്നത് ഞങ്ങളിലില്ല, ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല, മുസ്ലിം രക്തം ഞങ്ങൾക്കുള്ള മാനവ രക്തത്തൊക്കെ പറയും. പക്ഷെ വോട്ട് ചെയ്യാനൊക്കെ ദേവസ്വം ബോർഡ് കൊടുക്കും. കാരണം എംഎൽഎയാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് ചേർന്നത്. എംഎൽഎ ഹിന്ദുവായ എംഎൽഎനെ തെരഞ്ഞെടുക്കുന്നത് കോൺഗ്രസിലെയും അതേപോലെ തന്നെ ലീഗിലും അതേപോലെ തന്നെ ജനതാദളിലും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദു എംഎൽഎ. ഞാനവിടെ ഹിന്ദു അല്ലാത്ത പറഞ്ഞ കാര്യം ഒരുപാട് ദേവസ്വം ബോർഡ് നോക്കിയാണ് ചേർന്നാൽ അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളും വഖഫ് ബോർഡിലേക്ക് വോട്ട് ചെയർമാനെ തന്നെ മുസ്ലിം എംഎൽഎമാരെ കൂടിയിട്ടാണ്. അതില് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് എംഎൽഎ ഉണ്ടാവും. അതേപോലെ തന്നെ ഷാഫി അതല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന മുസ്ലിം എംഎൽഎമാരുണ്ടാവും, കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും. ഇവരൊക്കെ ചേർന്നിട്ടാണ് മുസ്ലിം വഖഫ് ബോർഡ് കാണാൻ തരുന്നത്. ഇപ്പൊ ഇവരെന്താ ചെയ്യാൻ പോണത്? ദേവസ്വം ബോർഡൊക്കെ അങ്ങനെ തന്നെ, ക്രിസ്ത്യാനികൾക്കും അങ്ങനെ തന്നെ. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ 12 മുസ്ലിങ്ങൾ എന്താവും കൊണ്ടുവരും. അവര് മീറ്റിംഗ് കൂടുമ്പോ 22 ആളുകൾ 12 ആളുകളുടെ ആയാത്തിന്റെ ബാധ്യത ആളുണ്ടാവും. അപ്പൊ ആരാ ചെയ്യുക? പിന്നെ കലക്ടർ ഉണ്ടാവും. അപ്പൊ ഈ സ്വത്തിന് ഒരു ആർഗ്യുമെന്റ് വന്നു. ആരാ തീരുമാനിക്കുക? വഖഫ് ബോർഡ് തീരുമാനിക്കും. വഖഫ് ബോർഡിൽ പോയാല് 12 ആളെ ഹിന്ദുക്കളും ബാക്കിയുള്ള മുസ്ലിങ്ങളും ഒന്നിച്ച് പറഞ്ഞാൽ നടക്കുക. കലക്ടർ ആ മുസ്ലിങ്ങളെ കൊണ്ടുവരും. അപ്പൊ ക്രിസ്ത്യാനികൾ അപ്പുറത്തുണ്ട്. അതൊക്കെ വേണോ? നമ്മൾ ആരോട് വർഗീയത പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ചോദ്യം ചോദിക്കേ. പാലാ അതിരൂപതയിലും താമരശ്ശേരി അതിരൂപതയിലും അങ്കമാലി അതിരൂപതയിലും ഒക്കെ ജഹീരി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും ടി പി അബ്ദുൽ മദനിയെയും ഒക്കെ കേരളത്തിൽ നിങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഞങ്ങളേക്കും നിങ്ങളെ സ്വന്തം 2 കൊമ്പുണ്ട്. ഞങ്ങളെ മൂല്യമാരെ കൊണ്ടേറ്റ് സംസ്ഥയുടെയും മുജാഹിദിന്റെയും തബ്ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാരെ കൊണ്ടേറ്റ് അതിരൂപതകളിൽ പാലയിലും അങ്കമാലിയിലും തൃശ്ശൂരിലും താമരശ്ശേരിയിലും ഒക്കെയുള്ള അതിരൂപതകളിൽ മെമ്പറാക്കണമെന്ന് പറഞ്ഞാക്കോ? അതിന്റെ ഭരണസമിതിയിൽ ഞങ്ങളെ ചേർക്കോ? ചേർക്കില്ല എങ്കിൽ ഞങ്ങളുടെ ഭരണസമിതിയിലും ചേർക്കരുത് എന്ന് പറയാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും നാളെ നിങ്ങൾക്കെതിരെ പ്രശ്നം വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണം. അത് നമ്മുടെ സ്വഭാവമാണ്. അത് നമ്മുടെ സ്വഭാവമാണ്. ഇപ്പൊ മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് എത്രയോ മുസ്ലിം എംഎൽഎമാരും തങ്ങന്മാരിപ്പോ പോയി. അവർ ആശ്വസിപ്പിക്കുക. ഓരോ പേരെ കുട്ടികളൊന്നല്ല മണിപ്പൂർ. നമ്മൾ ചോദിച്ചാൽ കൊടുക്കും. ക്രിസ്ത്യനും ഹിന്ദുവിനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ സഹായിക്കും, സഹകരിക്കും. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സഹോദരന്മാരെ നമ്മൾ നിൽക്കും.
അപ്പോ ഇതേപോലെ നിയമം കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങൾ, അതേപോലെ മുസ്ലിങ്ങളെ, അതേപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി വക്കത്തിന്റെ സ്വത്തല്ലാന്ന് പറഞ്ഞാൽ അത് ഇടിച്ച് നിരപ്പാക്കുക, ഇങ്ങനത്തെ ഒരു ഭീകരസമായ അവസ്ഥയിലേക്ക് ഇതൊക്കെ ചെയ്യുന്നതിനാണ്. നമ്മളല്ല ഇപ്പൊ നിങ്ങളിവിടെ വന്ന് നിസ്കരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെളിച്ചം ഒരു ഇസ്ലാമൊക്കെ നിൽക്കുന്നത്. ഇതങ്ങോട്ട് പോയാലോ കഴിയും. അപ്പൊ മുസ്ലിങ്ങളെ ഡൈല്യൂട്ട് ചെയ്യും, മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം, സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമമാണ്. 25 കോടി മുസ്ലിങ്ങൾ എന്തെയുണ്ട്? ഈ മുസ്ലിങ്ങളെ ഏതെങ്കിലും സംഘടനയോട് ചർച്ച ചെയ്തതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, പണ്ടുകാലത്തെ ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തിന് ബില്ല് കൊണ്ടുവന്നു, മുസ്ലിം വിവാഹ നിയമം എന്ന് പറഞ്ഞിട്ട്. പോക്കർ സാഹിബ് എന്ന് പറയുന്ന മഞ്ചേരിയിൽ നിന്ന് പോയ ചെറിയ മനുഷ്യനാ, ഒട്ടൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ താഴെയൊന്നുമില്ല. അദ്ദേഹം എഴുന്നേറ്റ് പണ്ഡിറ്റ് ജവഹർലാലിനോട് പറഞ്ഞു, ജവഹർലാൽ നെഹ്റു, ഇന്ത്യ രാജ്യത്തിന്റെ 26ാം ഖണ്ഡിക അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിവാഹ നിയമങ്ങൾ അനുസരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ ഭരണഘടന വരുന്നുണ്ട്, അത് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോ നെഹ്റു അവിടെ ഇരുന്നിട്ട് പോക്കർ സാഹിബിനോട് ബില്ല് പറഞ്ഞു, ഒന്നാണ് ഇന്ത്യ രാജ്യം. നെഹ്റുവിനെന്താ വിവരമില്ല. നെഹ്റു അവിടെ ഇരിക്കുകയും എങ്കിൽ പോക്കർ സാഹിബ് നിങ്ങൾ ബില്ല് കൊണ്ടുവരും, നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ പറഞ്ഞത് പാസ്സാക്കി കൊടുത്തു. 1986 ശരിയെന്ന് പ്രശ്നം വന്നു. രാജീവ് ഗാന്ധി എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയോട് GM ബനാത്തുവാല എന്ന് പറയുന്ന പൊന്നാനിയിൽ നിന്ന് ജയിച്ച തൊപ്പിയുള്ള വളരെ ദുർബലനായ, ശരീരം കൊണ്ട് ദുർബലനായ ആ മനുഷ്യനെ എഴുന്നേറ്റ് പറഞ്ഞു രാജീവിനോടും കോൺഗ്രസിനോടും, ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ, ഞങ്ങൾ ശരീരത്തിനോട് അനുകൂലിക്കുന്നവർ ഒന്ന് ഇബ്രാഹിം സുലൈമാൻ GM ബനാത്തുവാലയും അതേപോലെ തന്നെ ഈ UNCയുടെ ഉപ്പയായ മൂന്നാളെ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഈ മൂന്നാളുകൾ പ്രതിനിധീകരിക്കുന്ന 25 കോടി ജനങ്ങളെയാണ്. അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും എന്തെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയായ രാജീവിനെ കണ്ടറിയുന്നത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ആ ബില്ല് അവതരിപ്പിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ പഞ്ചാബിൽ നിന്ന് ജയിച്ചു പോയ GM ബനാത്തുവാല ഇത് രാഷ്ട്രീയം പറയില്ല, മുസ്ലിങ്ങളുടെ പ്രശ്നം പറയും. എന്നിട്ടോ GM ബനാത്തുവാല അവതരിപ്പിച്ച ശരിയത്തിലാണ് അവിടെ ഇന്ത്യ രാജ്യത്തെ പാർലമെന്റ് അംഗീകരിച്ചത്. കോൺഗ്രസിന്റെ എല്ലാ MP-മാരും രാജീവ് ഗാന്ധി വോട്ട് ചെയ്യാൻ പറഞ്ഞു. അൻസാരി എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ കേരളത്തിലെ ഗവർണറായിരുന്നില്ലേ, ഓനന്ന് ശരീരത്തിനെതിരെ ഓൻ അന്നേ പഠിച്ചിട്ട ഇന്ന് പിന്നെ മുണ്ടത്തായ കോലത്തിലുമായിരുന്നു. കേരളത്തിൽ മുമ്പത്തെ ഗവർണർ ഹബീസാണ്, എന്നും ഹബീസിന്റെ സ്വഭാവമാണ്. അന്ന് ശരീരത്തെ പ്രശ്നത്തില് കോൺഗ്രസിൽ നിന്ന് ഇയാൾ പുറത്തു പോയത്, ഇയാളെ ഒരു അൻസാരി ഉണ്ടായിരുന്നു, ഇയാളെ എതിർത്തുന്നു. രാജീവ് ഗാന്ധി പറഞ്ഞു കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്തോ അല്ലെങ്കിൽ അതിൽ പോയിക്കൊന്നു. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അതുകൊണ്ടാണ് ഈ രാജ്യം എല്ലാ കാലത്തും ഒരേപോലെ നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രിയോ സംവിധാനമോ അല്ലാത്ത നമ്മുടെ. അതുകൊണ്ട് ഈ വഖഫ് സ്വത്തുക്കൾ, നമ്മുടെ വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കണം. നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം, ആദ്യം നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. സുപ്രീം കോടതിയിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ വിഷയം, ഇതൊക്കെ പോയാൽ പിന്നെ എന്തെങ്കിലും നമുക്കില്ല, നമുക്കൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ നല്ലവരായ, അമാനത്തുള്ളവരായ, വിശ്വാസമുള്ളവരായ, ഇതേപോലെ ഇടപാടുകളിലൊക്കെ സഹിഷ്ണുതയുള്ളവരായ, അങ്ങനെയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തുക്കൾ സംരക്ഷിക്കും. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഉപകാരം ചെയ്യുന്ന ഭരണാധികാരികളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഖഫ് പോലെയുള്ള വിഷയങ്ങളിൽ രാജ്യത്തിന്റെ പരമോന്നത നീതി പീഠങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വിധികൾ ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത ഭാവിയിലും അടുത്ത കാലഘട്ടത്തിലും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള സംവിധാനം അല്ലാഹു
ഒരുക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയത് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സാലിഹായ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ ഒരു വേദിയിൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.